Previous question number 146. Beat frequency എന്ന് പറയുന്നത് ഡിഫറൻസ് ഇൻ ഫ്രീക്വൻസിയാണ്. ബീറ്റ് ഫ്രീക്വൻസി F is equal to F1 minus F2. സോ ബീറ്റ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ F1 minus F2 ആണ്. ഒരു ഒറിജിനൽ ടോണിക് ഫോർക്കിൻ്റെ ഫ്രീക്വൻസിയിൽ നിന്ന് ബീറ്റ് ഫ്രീക്വൻസി കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ബീറ്റ് ഫ്രീക്വൻസി ഇവിടെ ബീറ്റ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് 4 ബീറ്റ്സ് ആണ്. ബീറ്റ് ഫ്രീക്വൻസി 4 ബീറ്റ്സ് ആണ് എന്ന് പറഞ്ഞാൽ ഒറിജിനൽ ഫ്രീക്വൻസിയുടെ 4 കൂട്ടുകയോ 4 കുറയ്ക്കുകയോ ചെയ്യാം. ഇവിടെ നമുക്ക് രണ്ട് ടോണിക് ഫോർക്കിൻ്റെ ഫ്രീക്വൻസി എന്താണെന്ന് വെച്ചിരിക്കുന്നത് 474 ഹെർട്സും 482 ഹെർട്സ് വന്നിരിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ കേസിൽ F1 എന്ന് പറഞ്ഞാൽ 474 ആ 474 ബീറ്റ് ഫ്രീക്വൻസി 4 കൂട്ടി വരാം, 478 വരാം. ബീറ്റ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ യഥാർത്ഥ ഫ്രീക്വൻസിയുടെ 4 കൂട്ടുകയോ 4 കുറയ്ക്കുകയോ. അപ്പോൾ 474 ഹെർട്സ് ഉള്ള ഫ്രീക്വൻസി യഥാർത്ഥ ഫ്രീക്വൻസിയുടെ കൂടെ 4 കൂട്ടി എടുക്കുന്നതാണ് 478. ഈ 478 ഹെർട്സ് എന്ന് പറയുന്നത് നമ്മുടെ റിയൽ ഫ്രീക്വൻസി ആകാം, അല്ലെങ്കിൽ F1 എന്ന് പറഞ്ഞാൽ 474 നിന്ന് 4 കുറച്ചെടുക്കാം, 470 ഹെർട്സ് ആകാം. അപ്പം നമുക്ക് നിൽക്കുന്ന 474 നിന്ന് ബീറ്റ് ഉണ്ടാക്കുന്നത് 474 + 4 ആകാം, 474 - 4, ഇത് രണ്ടിലേതെങ്കിലും. രണ്ടാമത് അവർ 2 ഓപ്ഷൻ വന്നിരിക്കുന്നത് 474 ആണോ 482. അപ്പം 480 F2 എന്ന് പറഞ്ഞാൽ 482 ആണ് ബീറ്റ് ഉണ്ടാക്കിയ ഫ്രീക്വൻസി. അപ്പം 482 ഹെർട്സ് എന്ന് പറയുമ്പോൾ അതിൻ്റെ കൂടെ 4 കൂട്ടാം, ഇപ്പം 486 ആകാം, അല്ലെങ്കിൽ 482 നിന്ന് 4 കുറയ്ക്കാം, അതായത് 478 ഹെർട്സ് ആകാം. അപ്പോൾ യഥാർത്ഥ വാട്ട് ഈസ് ദ ഫ്രീക്വൻസി ഓഫ് ടൂണിക് ഫോർക്ക്? ടൂണിക് ഫോർക്കിന്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് കോമൺ ആയിട്ട് വരുന്നതാണ്. ടൂണിക് ഫോർക്കിന്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് 478 ആണ്. അപ്പോൾ 478 ആണ് യഥാർത്ഥ ടൂണിക് ഫോർക്കിന്റെ ഫ്രീക്വൻസി. ആ 478 നിന്ന് ബീറ്റ് ഫ്രീക്വൻസി എന്ന് പറയുമ്പോൾ 4 കൂട്ടിയെടുക്കുക. 478 നിന്ന് 4 കുറച്ചെടുത്തതാണ് ആദ്യം കിട്ടിയ 474 ഹെർട്സ്. 478 4 കൂട്ടിയെടുത്താണ് 482 എന്ന രണ്ടാമത്തെ ഫ്രീക്വൻസി. അപ്പം നമ്മളോട് ചോദിച്ചിരിക്കുന്നതാണ് ബീറ്റ് ഫ്രീക്വൻസി ആഡ് ചെയ്ത് 2 എണ്ണമാണ്. ഏതായത് 474 ഹെർട്സും 482 ഹെർട്സും. അങ്ങനെയാണെങ്കിൽ ടൂണിക് ഫോർക്കിന്റെ യഥാർത്ഥ ഫ്രീക്വൻസി എന്താണെന്നാണ് ചോദ്യം. യഥാർത്ഥ ടൂണിക് ഫോർക്കിന്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് ബീറ്റ് ഫ്രീക്വൻസി ആഡ് ചെയ്യുകയോ സബ്ട്രാക്ട് ചെയ്യുകയോ ചെയ്യാം. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ ആൻസർ 477 ഹെർട്സ് ആണ്. അത് ആൻസർ ഡി ആണ്.